നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മിഥുനം രാശിയിൽ ബുധൻ്റെയും ശുക്രൻ്റെയും ഉദയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ഗ്രഹങ്ങളും ഓരോ രാശിയിൽ ചേരുമ്പോൾ അവർ ഒരു ശുഭകരമായ രാജയോഗം സൃഷ്ടിക്കുന്നു. മിഥുന രാശിയിൽ രണ്ട് ഗ്രഹങ്ങളും ഉദിക്കുന്നു. ജൂൺ 27 ബുധൻ്റെ ഉദയം ഉണ്ടാകും. ജൂൺ 29 ശുക്രൻ ഉദിക്കും. ഈ സംയോജനം രാജയോഗം ഉണ്ടാക്കുന്നതാണ്. ഈ വിന്യാസം എല്ലാ രാശിചിഹ്നങ്ങളെയും വ്യത്യസ്തമായി ബാധിക്കുന്നു. എന്നിരുന്നാലും 3 രാശിക്കാർക്ക് പ്രത്യേക നേട്ടങ്ങൾ അനുഭവപ്പെടും. ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ പുരോഗതി വന്നു ചേരുന്നതാണ്. ഭൗതിക സുഖങ്ങൾ വന്നുചേരും. ധനം വന്നുചേരും. ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രമോഷനോ പുരോഗതിക്കോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. ഈ കാലയളവിൽ എല്ലാ മേഖലകളിലും വിജയം പ്രതീക്ഷിക്കുന്നു. ഈ കാലയളവിൽ ഏതൊക്കെ രാശികൾക്കാണ് പ്രത്യേകിച്ച് ഭാഗ്യമുള്ളതെന്ന് നോക്കാം. മിഥുനം. ബുദ്ധാദിത്യ രാജയോഗം മിഥുനം രാശിക്കാർക്ക് ഭാഗ്യം നൽകുന്നു. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. പൂർവിക സ്വത്തുകളിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും. പഴയ രോഗങ്ങൾ ഭേദമാകും. കടം കൊടുത്തിട്ടും ഇതുവരെ കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കും. വാഹനങ്ങളും വസ്തുവകകളും വാങ്ങാൻ സാധിക്കും. സാമ്പത്തിക നേട്ടത്തിനും അനുകൂല കോടതി വിധികൾക്കും സാധ്യതയുണ്ട്. ജീവിതത്തിലും സാമ്പത്തികമായും ഈ സമയത്ത് പുരോഗതി ഉണ്ടാവുന്നതാണ്. ചിങ്ങം. ചിങ്ങം രാശിക്കാർക്കും ഈ കാലയളവ് അനുകൂലമാണ്. നിരവധി പുതിയ ഡീലുകൾ നിങ്ങളുടെ വഴി വരും. ഇത് വരുമാനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമാകും. നിക്ഷേപങ്ങൾ നേട്ടങ്ങൾ നൽകും. ഓഹരി വിപണി സംരംഭങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകും. ജോലി ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശമ്പളം വർദ്ധിച്ചേക്കാം. ഇത് സാമ്പത്തിക സാഹചര്യങ്ങളെ ശക്തിപ്പെടുത്തും. മുടങ്ങിക്കിടന്ന ജോലികൾ വിജയകരമായി പൂർത്തീകരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇടവം. ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ബുദ്ധാദിത്യ രാജയോഗവും ഗുണം ചെയ്യും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാകും. നല്ല വാർത്തകൾ വരും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. ബിസിനസ് ലാഭകരമായി മുന്നോട്ടു പോകും. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ശക്തമാകും. മൊത്തത്തിൽ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ്. ജോലി തേടുന്നവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള നല്ല ജോലി ലഭിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.